സ്കൂൾ കുട്ടികൾക്കായി കേരള സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ബാലംകുളം. ബാലംകുളം ആണ് സ്കൂൾ കുട്ടികൾക്കായി കേരള സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനും ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനും ആണ്. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷൻ ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില ഏത്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില. മലയാള സാഹിത്യകാരനായ വി അയ്യപ്പൻ്റെ തൂലികാനാമം എന്ത്? ഉത്തരം കോവിലൻ. കോവിലൻ ആണ് മലയാള സാഹിത്യകാരനായ വി അയ്യപ്പൻ്റെ തൂലികാനാമം. എം ടിയുടെ ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല? ഉത്തരം മഞ്ഞ്. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല. അയ്യങ്കാളി വള്ളംകളി ഏതു കായലിലാണ് നടക്കുന്നത്? ഉത്തരം വെള്ളായണി കായൽ. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. തേജോ എന്നത് ഏതു രാജ്യത്തിൻ്റെ കായിക വിനോദമാണ്? ഉത്തരം കൊളംബിയ. കൊളംബിയ എന്ന രാജ്യത്തിൻ്റെ കായിക വിനോദമാണ് തേജോ. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം 2007. 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയതാര്? ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത്. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെ? ഉത്തരം ഡൽഹിയിൽ. ഡൽഹിയിലാണ് ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത്. 2026 ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏത്? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2026 ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാര്? ഉത്തരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബ്ബ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബ്ബാണ് 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം ആദി സംസ്കൃതി. ആദി സംസ്കൃതിയാണ് ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. 2025 പുരുഷ ചെസ് ലോകകപ്പ് വേദി ഏത്? ഉത്തരം ഗോവ. ഗോവയാണ് 2025 പുരുഷ ചെസ് ലോകകപ്പ് വേദി.